അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് ഉംറയും ചെയ്യണേ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ഒരു ഹജ്ജ് ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കുകയാണ്. അല്ലാഹുവേ, എങ്ങനെയാണ് ഹജ്ജിന്റെ മാസത്തിലല്ലേ ഹജ്ജ് ചെയ്യാൻ പറ്റൂ, പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹജ്ജ് ഉംറയും ചെയ്യാൻ പറ്റുക? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇത് നമസ്കാരം കഴിയുമ്പോ മാത്രം പറയാനുള്ള ദിക്റല്ല. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ഇത് നമസ്കാരം കഴിഞ്ഞിട്ട് 33ഉം 34ഉം പറയാൻ മാത്രമുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യനീ ദിക്ർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അല്ലെങ്കിൽ 33 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യനീ ദിക്റുകൾ പറഞ്ഞിട്ട് കിടന്ന അവന് ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരാ മോനെ ചെയ്യുന്നത്? പടച്ചവനെ, മൊബൈൽ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, സിനിമ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, പാട്ട് കേട്ടിറങ്ങുന്നവർ, പ്രഭാഷണം കേട്ടിറങ്ങുന്നവർ. പലരും പറയും, ഉസ്താദേ പ്രസംഗം കേട്ടാലേ ഉറക്കം വരൂ. എന്നോട്